ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു മക്രോൺ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കണ്ടേ? കണ്ടോളി. അതിൻ്റെ മുന്നേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പ്ലീസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ഒന്ന് അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പും കാശ്മീരി മുളകും ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ട് ഇതേമാതിരി ഒന്ന് പൊരിച്ചെടുക്കട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ചെറിയ ചെറിയ ചില്ലികളാക്കി ഒരു പീസാക്കട്ടോ. കൈ കൊണ്ടൊന്ന് ചെറുതാക്കി എടുത്താൽ മതി കേട്ടോ, പിച്ചെടുത്താൽ മതി കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 3 സവാളയാണ് കേട്ടോ എടുത്തത്. 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ആ സവാള ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. ഉപ്പ് നമ്മളെപ്പോഴും ഇടണ മാതിരി ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പെട്ടെന്ന് വഴണ്ട് വന്നോളൂ കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉപ്പ് ചേർത്ത് വീണ്ടും വഴറ്റി കൊണ്ടെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വാടി വന്നോളൂ. അതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടതിൻ്റെ ശേഷം വീണ്ടും നല്ലവണ്ണം വഴറ്റി കൊണ്ടേ ഇരിക്കട്ടോ. അതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ചെറുത തക്കാളിയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്തുകൊണ്ടിട്ടോ. ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തത്. തക്കാളി ഇട്ടിട്ട് വീണ്ടും ഇതേമാതിരി വഴറ്റിക്കൊണ്ടിരിക്കുക. നല്ലവണ്ണം വാടി വന്നതിൻ്റെ ശേഷം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക്, പിന്നെ കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല അല്പം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നല്ലവണ്ണം വീണ്ടും ആ പൊടിയുടെയൊക്കെ പച്ച ചുവ മാറുന്നത് വരെ വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലേക്ക് നേരത്തെ നമ്മൾ മൊരിച്ചെടുത്ത ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്പം സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും അല്പം ഒഴിച്ച് കൊടുക്കണം. 1 ടീസ്പൂൺ മതി കേട്ടോ രണ്ടും. പിന്നെ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് മിസ്സായി പോയിട്ടോ, ക്ഷമിക്കണം. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ചെടുത്താൽ മതി കേട്ടോ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയിട്ട് നമുക്ക് നമ്മളുടെ മക്രോണി നേരത്തെ വെള്ളം തളിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ മക്രോണി ഇടേണ്ടത്. അത് തളിച്ച് ഒരു വേവ് പാവാവുന്ന സമയത്ത് ഇതൊന്ന് ഊറ്റിയെടുക്കലാണ് കേട്ടോ വെള്ളത്തിൽ നിന്ന്. അതിൻ്റെ ശേഷം മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം വഴറ്റുക. അപ്പോൾ ഇന്നത്തെ മക്രോണി ഇവിടെ റെഡി കേട്ടോ. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.